നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് അര മിനിറ്റ് അല്പസമയം എനിക്ക് നൽകിയാൽ എൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ കണ്ണീരൊടുക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു ഘട്ടം തഹയ്യുറായിപ്പോയി. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു സമയം അതേതായിരിക്കും ഉമറേ? എൻ്റെ ആ ജീവിതത്തിലെ ആ സമയം ഏതായിരുന്നു, ഏതാണ്? ഇത് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മനസ്സ് തുറക്കുകയാണ്. അവരുടെ ഇഷ്കിന്റെ ഭാഗമാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മനസ്സ് തുറന്നു പറഞ്ഞു, ഒരു സമയം നിങ്ങളുടെ മടിയിൽ റസൂലുള്ള കിടന്ന ഒരു ഘട്ടമില്ലേ? ആ സമയത്ത് പല പൊത്തുകളും നിങ്ങൾ അടച്ചത്, അവസാനം നിങ്ങളുടെ കാലുകൊണ്ടൊരു പൊത്തടച്ചു. നബിത്തങ്ങൾക്കൊന്നും സംഭവിച്ചു പോകരുത്. നിങ്ങളുടെ കാലിൽ അല്ലെങ്കിൽ കയ്യിൽ ഒരു വിഷമുള്ള പാമ്പ് വന്ന് കുത്തിയില്ലേ? വേദന സഹിച്ചു നിങ്ങൾ അനങ്ങാൻ അഥവാ ശരീരം അനക്കിപ്പോയാൽ റസൂലുള്ള ഉണരുമോ? നിങ്ങൾ അവിടുന്ന് ഹിമ്മത്തോടെ സഹിച്ചങ്ങനെ നിന്നു. അറിയാതെ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾ അല്പം കരഞ്ഞുപോയില്ലേ? ആ കണ്ണുനീരിൽ നിന്ന് ഒരിറ്റു വെള്ളം റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് തെറിച്ചല്ലോ. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്നു. നിങ്ങളോട് പറഞ്ഞില്ല സിദ്ദീഖേ, എന്തിനാണ് കരയുന്നത്? യാ റസൂലല്ലാഹ്, എൻ്റെ അവിടുന്ന് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയം നിങ്ങളല്ലേ മുത്തുനബി തങ്ങളോട് പറഞ്ഞത് എൻ്റെ കാലിൽ ഒരു പാമ്പ് കടിക്കുന്നുണ്ട്, വേദന കാരണം ഞാൻ കണ്ണീരൊടുക്കിയത്, എന്നെ കുത്തിയിട്ട് ഞാനങ്ങ് മരിച്ചാലും അവിടത്തേക്കൊരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയൂല എന്ന് നിങ്ങൾ പറഞ്ഞത് റസൂലുള്ള നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോഴല്ലേ? നിങ്ങളുടെ മുഖത്തേക്ക് റസൂലുള്ള നോക്കി, നിങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ രണ്ട് മുഖം, നിങ്ങളുടെ മുഖവും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുഖവും എത്രമാത്രം അടുത്തായിരുന്നു. നിങ്ങളുടെ മടിയിൽ കിടന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ നിങ്ങൾ അങ്ങോട്ടും നോക്കിയില്ലേ? ആ ഷറഫാക്കപ്പെട്ട മുഖത്തോട് നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ച ആ സമയത്ത് നിന്ന് ഒരു ചെറിയ നിമിഷം എനിക്ക് നൽകുമോ? എൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്ക്?